ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ നടക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നടക്കാൻ പോകാൻ ഞാൻ ഒറ്റയ്ക്കല്ല, കലീഷും കൂടെ ഉണ്ട്. മിക്കപ്പോഴും നമ്മൾ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴാണ് നടക്കാൻ പോകുന്നത്. ഏകദേശം ഒരു 6 മണി 6:30 ആകുമ്പോൾ നമ്മൾ മിക്കപ്പോഴും നടക്കാൻ പോകും. മിക്ക ദിവസങ്ങളിലും കലേഷ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പം അപ്പം തന്നെ നമ്മൾ റെഡിയായി പോകും. ചില ദിവസങ്ങളിൽ കലേഷ് ജിമ്മിൽ പോവുകയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കും നടക്കാൻ പോകണേ. നമ്മൾ നടക്കാൻ പോകുന്ന നേരത്ത് ഇങ്ങനെ എല്ലാവരെയും കാണാൻ പറ്റും. എല്ലാവരും ഈ സമയമൊക്കെ ആകുമ്പോൾ ഫാമിലി ആയിട്ട് നടക്കാനൊക്കെ ഇറങ്ങും. അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് പ്രേമാൻറ്റീനെ കണ്ടത്. അങ്ങനെ കുറച്ച് നേരം പ്രേമാൻറ്റിയായിട്ടൊക്കെ സംസാരിച്ചിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് റോഡിൽ ഈ സോണിൻ്റെ സൈഡിലായിട്ട് ഈ ഓന്തിനെ കണ്ടത്. മിക്കപ്പോഴും നമ്മൾ ഇതുപോലെ വൈകിട്ട് പോകാൻ നേരത്ത് നല്ല രസമാണെങ്കിലും പക്ഷേ ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ജീവികൾ കാണും. അപ്പോൾ നമ്മൾ മിക്കപ്പോഴും ഷൂസൊക്കെ ഇട്ടുകൊണ്ടേ പോകത്തുള്ളൂ. കാണിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ നടന്നു പോകാൻ നേരത്ത് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ചിലപ്പോൾ അണലിയൊക്കെ പാസ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോഴേക്കും മിക്കപ്പോഴും നമ്മൾ റോഡിൻ്റെ ഫ്രണ്ടിൽ കൂടെ നാടിൽ കൂടെ തന്നെ പോകത്തുള്ളൂ. കാണിച്ചു കഴിഞ്ഞാൽ സൈഡിൽ കൂടെ എന്തെങ്കിലും ജീവികൾ കിടന്ന് നമ്മൾ അറിയത്തില്ല. അപ്പോൾ ചില സമയത്ത് നമ്മൾ ചവിട്ടി പോകും, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് മിക്കപ്പോഴും ഷൂസൊക്കെ ഇട്ട് റോഡിൻ്റെ നടുക്കൂടെ തന്നെ മിക്കപ്പോഴും പോകുന്നത്. അങ്ങനെ നടക്കാനൊക്കെ പോയിട്ട് വന്ന് നടക്കാനൊക്കെ പോയിട്ട് വന്ന് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് അവർ യോഗയൊക്കെ ചെയ്ത് കുറച്ച് നേരം എക്സസൈസ് ഒക്കെ ചെയ്ത് റിലാക്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അനു മേളിന്ന് വന്നത്. അങ്ങനെ കുറേ നേരം അനുവിൻ്റെ കൂടെയുള്ള കളിയും ചിരിയൊക്കെ ആയിരുന്നു. അനു ഉണ്ടെങ്കിൽ കുറച്ച് നേരം നമുക്ക് ടൈം പോകുമെന്ന് അറിയത്തില്ല. അവനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ എക്സസൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അവനെ കൊണ്ട് കുറേ നേരം അങ്ങനെ എന്തൊക്കെ ചെയ്യിപ്പിച്ചിട്ട് അവൻ ഇത് വാങ്ങിക്കൊടുക്കുക അത് വാങ്ങിത്തരാം. ജോഗിങ്ങിന് പോകുന്ന എങ്ങനെയാ? വാക്കിംഗ് ചെയ്യാ പറയേ, വാക്കിംഗ് എങ്ങനെ ഓടുക, റൺ എങ്ങനെ ചെയ്യാ? അങ്ങനെയാ അവൻ്റെ മൂഡ് ഡിപ്പെൻഡ് ചെയ്തല്ല ഇരിക്കുന്നത്. ചില സമയത്ത് മൂഡ് ഓക്കെ ആണെങ്കിൽ എന്ത് ചോദിച്ചാലും പറയും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ പറയില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ കലേഷുമായിട്ട് ഭയങ്കര പുഷപ്പടിയായിരുന്നു. സൂപ്പർ അനിക്കൂടെ സൂപ്പർ ആട്ടോ. നെല്ലിക്ക പറിക്കാൻ പോവാം. അനു എങ്ങനെ കരയുന്നത് എങ്ങനെയാ, ചിരിക്കുന്ന എങ്ങനെയാ, സങ്കടപ്പെടുന്ന എങ്ങനെയാ? ഇങ്ങോട്ട് നോക്കി സങ്കടപ്പെടുന്ന എങ്ങനെയാ? ഇത് ശരിയാണല്ലോ. പൂ എനിക്ക് തരുമോ? കഷ്ടമുണ്ട്. ആ പൂ എനിക്ക് തരുമോ? കഷ്ടമുണ്ട്. ഇത് ആർക്ക് കൊടുക്കാനാ? ഗേൾ ഫ്രണ്ടിന് കൊടുക്കാനാണോ ഈ പൂ? പപ്പയ്ക്ക് കൊടുക്കാനാണോ? പപ്പേനെ ഇഷ്ടമാണോ? പപ്പ എവിടെ? വായില്ല. പപ്പ വന്നിട്ട് കൊടുക്കാം. ഓക്കെ, പപ്പ വന്നിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നടന്നിട്ടൊക്കെ വന്നതാണ്. ശരിക്കും ടയേർഡായി. ഇനി അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കണം. പിന്നെ കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പം അതൊക്കെ മുമ്പ് നമുക്ക് ഡ്രസ്സൊന്ന് ബാത്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷൊക്കെ ആയി അത് കഴിഞ്ഞിട്ട് വരാം. എനിക്കിതിൽ അടുക്കളയിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത പണിയാണ്. എത്ര കഴുകിയാലും പാത്രം തീരത്തില്ല. അങ്ങനെ കുറേ പാത്രം കഴുകാനുണ്ടായിരുന്നു. അങ്ങനെ പാത്രമൊക്കെ കഴുകി. മീൻ വെട്ടിത്തരാമെന്ന് പറഞ്ഞു. ശരിക്കും അങ്ങനെ ഫ്രഷായിട്ടൊക്കെ വന്ന് ഇനി കലേഷ് മീൻ വെട്ടാൻ പോവുകയാണ്. ആ സമയത്തേക്ക് ഞാൻ രാത്രിത്തേക്കുള്ള ഉപ്പുമാവ് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വരാം. ഇതുപോലുള്ള മീനൊക്കെ കിട്ടുകയാണെങ്കിൽ കലേഷ് എനിക്ക് വെട്ടിത്തന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. കാരണം എനിക്ക് ഇത്രയും വലിയ മീനൊക്കെ വെട്ടാനായിട്ട് അത്ര അറിയാമെങ്കിൽ അത്ര നന്നായിട്ട് വെട്ടാനറിയില്ല. ഞാൻ വെട്ടുവാണെങ്കിൽ ശരിക്കും ഇത് നശിച്ചു പോകും. അതുകൊണ്ട് കലേഷ് എനിക്ക് മിക്കപ്പോഴും ഇതുപോലത്തെ മീനൊക്കെ കിട്ടുകയാണെങ്കിൽ ഫ്രീ ടൈം ആണെങ്കിൽ എനിക്ക് ഇങ്ങനെ വന്ന് ഹെൽപ്പ് ചെയ്യാറൊക്കെ ഉണ്ട്. കണക്കിന് നല്ല കാര്യം, മീൻസ് നമുക്കൊരു ഭാഗ്യമാണ് ഇങ്ങനെയൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിനക്ക് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി തരാം, നാളെ ഇത് വെച്ച് ഇതുണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് ഒരു സോപ്പിട്ടൊക്കെയാണ് ഇങ്ങനെ മീൻ വെട്ടിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത്. നല്ല പച്ച മീനായിരുന്നു. അങ്ങനെ വെട്ടിത്തന്നു, തേച്ച് കഴുകി ഞാൻ നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. കാര്യം നാളെ പൊള്ളിക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇരുന്നത്. അപ്പോഴേക്കും ഞാൻ മീനൊക്കെ വെച്ച് നേരെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി ചെന്ന്. എനിക്ക് ഈ ഉപ്പുമാവിൻ്റെ കൂടെ പഴം കൂട്ടി കഴിക്കുന്നേക്കാൾ ഏറ്റവും ഇഷ്ടം പപ്പടം കൂട്ടി കഴിക്കുന്നതാണ്. അപ്പോൾ പപ്പടം വറുത്തുകൊടുത്തപ്പോൾ കലേഷ് പറഞ്ഞ് എനിക്ക് പപ്പടം വേണ്ട, എനിക്ക് കിഴങ്ങറി വെച്ചതോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പിന്നെ കുക്കറിൽ പെട്ടെന്നൊരു കിഴങ്ങറി ഉണ്ടാക്കി. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് സാധാരണ പറയുന്നതെന്നറിയാം, പക്ഷെ എന്നാലും നിങ്ങളെപ്പോലെയുള്ളവരുടെ സപ്പോർട്ടാണ് ഞങ്ങളെപ്പോലെ തുടക്കക്കാരുടെ ഒരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ദയവ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ,
അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാൻ പോവുകയാണ്. അപ്പോഴേക്കും എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.